ആയി വന്നല്ലോ കുരിശുമാല. ഈ മിഠായി കഴിച്ചോളൂ. ഇത് മിഠായിയല്ലല്ലോ, ഗുളികയല്ലേ? മിടുക്കൻ. ഇത് കഴിച്ചോളൂ. പകുതി കഴിച്ചാ മതി കേട്ടോ, ബാക്കി പകുതി പിന്നെ കഴിക്കാം. പകുതി എന്ന് വെച്ചാ ഇതിൽ 8 ഗുളികയുണ്ട്. 8ന്റെ പാതി എത്ര? 8ന്റെ പാതി ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇങ്ങനെയാണെങ്കിൽ 3, ഇങ്ങനെയാണെങ്കിൽ 0. ഒന്നും അറിയില്ല. മരുന്ന് മിഠായിന്ന് പറഞ്ഞ് വന്നിരിക്കാം പോങ്ങൻ. നോക്കണ്ട ഇയാളാ. ഈ ഗുളിക കഴിക്കൂ. കഴിക്കില്ല. അങ്ങനെ പറയരുത്, കഴിക്കൂ. അങ്ങനെ പറയും, കഴിക്കില്ല. ഒന്നുമില്ല. ദേ ഈ ഗുളിക ഇങ്ങനെ നാവിൽ വെക്കുക. എടുക്കുക. എന്നിട്ട് എന്ത് വേണം? മിടുക്കൻ. രോഗിക്ക് മരുന്ന് കൊടുക്കാൻ എന്തെല്ലാം ടെക്നിക്കലാണ് കർത്താവ് പ്രയോഗിക്കേണ്ടത്. ഇതും കൂടി കളഞ്ഞേക്കൂ. അച്ഛൻ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അച്ഛൻ കല്യാണം കഴിച്ചാടാ? ഇല്ല. അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണു? ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നു? അതാണോ ഉദ്ദേശിച്ചത്? അച്ഛനെന്താ ഉദ്ദേശിച്ച? അച്ഛനെന്താ ഉദ്ദേശിച്ച? ദാദായി മരുന്ന് കഴിച്ചേ. അച്ഛൻ നന്നാ കഴിക്കില്ല മോനെ. ഈ അച്ഛനാണ്. പിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾ കറിയില്ലല്ലോ. കറിയില്ലല്ലോന്നാ? പാവത്തിന് കറിയില്ലെന്ന് അതിന് കരയാ. എന്താ ചെയ്യ? ഒരു കണക്കിന് നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. ഇങ്ങനെ പോയാ അമ്മൂന് എനിക്ക് നഷ്ടാവും. അമ്മൂനെ നിനക്ക് കിട്ടാത്തതിൽ എനിക്കെന്ത് ദുഃഖം. എനിക്ക് അമ്മൂനെ നഷ്ടാവുമ്പോ നിനക്ക് നഷ്ടാവുന്ന മാഷിന്റെ സ്വത്തുക്കളാ. അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ അവന്റെ ഭ്രാന്ത് മാറണ്ടേ? ഈ ആയുർവേദത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. അത് പറയാൻ പറ്റില്ല. ആ വൈദ്യരച്ചൻ ആള് ചില്ലറക്കാരനല്ല. അയാൾ തൊട്ടാ ചിലപ്പോ ശരിയായിന്നും വരും. ഈ അച്ഛന്മാർക്ക് പള്ളിയില് വല്ല കുമ്പസാരോ കുർബാനായിട്ട് ഇരുന്നാ പോരെ? വെറുതെ ഇറങ്ങി തിരിക്കും മനുഷ്യന്മാരുടെ മനസ്സമാനങ്ങളായിട്ട്. നീ പേടിക്കണ്ട, അതിന് ചില വഴികളൊക്കെ ഉണ്ട്. എന്നാ പറയ്. അവനെ ചികിത്സിച്ച് ഭേദാക്കിയ നിനക്ക് ചില്ലിക്കാശ് കിട്ടില്ല. അതെ, എല്ലാ സ്വത്തും ആ ദരിദ്രവാസിയുടെ പേരില്ല. ആ സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടും. അവനെ മുഴുവൻ ഭ്രാന്തനാക്കി സെല്ലിലിട്ട. അതിന് ഭ്രാന്ത് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. ഞാൻ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ അവന് നല്ല ഭ്രാന്ത് കൊടുക്കണേന്ന്. അവന്റെ ഭ്രാന്ത് കൂട്ടാൻ കഞ്ചാവ് കൊടുത്താ മതി. ഇത് കഞ്ചാവാണ്, സാക്ഷാൽ കഞ്ചാവ്. ഇത് വലിപ്പിച്ച അവന്റെ ഭ്രാന്ത് ഇരട്ടിയാകും. ആശുപത്രി കൊണ്ട് പൂട്ടിയിടുകയും ചെയ്യും. അതിന് തന്നാട്ടെ. ഓ എന്റെ പ്രാന്ത മുത്തപ്പ, അവനൊരു വഴിയാക്കി തരടേ. ദൈവമേ വടിയായ അളിയ. ഇപ്പൊ എല്ലാം ശരിയായ. ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ. ശരിക്കിരുത്ത്, ചങ്കി ചെല്ലട്ടെ. ഇരുത്ത്. All the dreams like tingle stars. The tingle stars like glowing gems. എപ്പോ? But the gems are floating like gems and sperms. ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞ് 1ാം ക്ലാസ് കൂടി കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ ചറവറാന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു. അളിയൊരു 2 പപ്പ് നോക്കട്ടെ. Hi, beautiful people. I am the sorry, Aliya. I am the sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഡോണ്ടു മാഷേ, എന്റെ മാഷേ, പത്മനാഭ മാഷേ. എന്താണ്? നമ്മുടെ ഉണ്ണിയുടെ സമനില തെറ്റിക്കാൻ ഞാൻ എന്തൊക്കെ പണി ചെയ്തു. അവസാനം കഞ്ചാവ് വീടിനെ കൊടുത്തു. എന്താ? കഞ്ചാവ് വീട്?
നീ എന്താണ് പറയുന്നേ? മാഷേ, ഞാൻ സ്ത്രീധനം ചോദിച്ച് നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം മാഷേ. എന്തൊക്കെയാ ചേട്ടാ ഈ പറയണേ? മാഷേ, മാഷിന്റെ മോളിലെ എന്റെ ഭാര്യ, അവളാണ് ഈ ട്രിക്കൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ഓമന കുട്ടേട്ടാ. ഇന്ദുലേഖേ, നിന്നെയും ഞാൻ വഞ്ചിച്ചു. ഇന്ദുലേഖയോ? നീയാണ് ഇന്ദുലേഖ. ഒരിക്കൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ വഴിപിഴപ്പിച്ചിന്ദുലേഖ. നീയും എന്നോട് ക്ഷമിക്കണം. എന്തൊക്കെയാ ഈ പറയണേ? മിസ് ഇന്ദുലേഖ, കല്യാണത്തിന് മുമ്പ് നിന്നെ ഞാൻ പ്രണയിച്ചു പോയി. നിന്നെ ഞാൻ ഗർഭിണിയാക്കി. ഐ ആം സോറി. അച്ഛ പറയണ കേട്ടില്ലേ അച്ഛ? നീ വിഷമിക്കാതെ, ഇതിപ്പോ ശരിയാക്കി തരാം. കുഞ്ഞവരാ, ഇപ്പൊ വരാം. എന്ത് പണ്ടാലുള്ള മനുഷ്യരെ കൂടെ പണിയും ചെയ്യിപ്പിക്കൂലെന്ന് വെച്ചാ ഇത് നിസ്സാര കാര്യമാ. കുഞ്ഞവര വരട്ടെ. മാഷനെ വിളിച്ച. ആ കുഞ്ഞവര, ഈ കഞ്ചാവ് മൂത്താൽ എന്താ ചെയ്യാ? വെട്ടിപ്പിക്കണം മാഷ, നല്ല കാശല്ലേ? അതല്ലടോ, പിന്നെ കഞ്ചാവ് വലിച്ച് തലയ്ക്ക് പിടിച്ചാ അത് ഇറങ്ങാൻ എന്താ ചെയ്യാ? ആഹാ, അതിനാണ്. അത് പുളിവെള്ളം കലക്കി അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്താ മതി. ആക്ക മാഷിനെ. അല്ലടോ, അതായിരിക്കണോ. പോകാം. ആ ഹംസ ഇന്ദുലേഖയുടെ ആങ്ങളെയല്ലേ? അയ്യോ അച്ഛ, പിന്നെ ഇന്ദുലേഖാന്ന്. അല്ലേ ഇന്ദുലേഖ? അയ്യോ, ഇപ്പൊ എത്ര കോപ്പ കഴിച്ചു? പോട കോപ്പേ. അല്ല, ഇപ്പൊ എത്ര ഗ്ലാസ് കുടിച്ചു? ഇതാരാണെന്ന് പറഞ്ഞേ? യു ലേഖ. ഇന്ന് പോയി കിട്ടി. അപ്പൊ ലേഖ മാത്രമേ ഉള്ളൂ. ഒരു പണി ചെയ്ത് ഒരു കവള് കൂടെ കുടിച്ചു. ഇനി ഇതാരാണെന്ന് നോക്കിയേ. പറഞ്ഞോ. ഇവളോ? ഇവൾ വഞ്ചന. വനജ. വനജ? ഏത് വനജ? എന്താ എന്തായി? എല്ലാം നോർമലായി മാഷെ. നോർമലായോ? മോനെ, ഓ മോനെക്കുട്ട, മോനൊന്ന് എഴുതേറ്റേ. ഓ കുഴപ്പമൊന്നുമില്ലല്ലോ. മോനൊന്ന് നേരെ നിന്നേ. നിന്നല്ലോ. നിന്നച്ചാ